ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിലാണോ എൻ്റെ നാമമഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും കൂട്ടിവരുത്തുവിനെന്ന് ദൈവം അരുളി ചെയ്യുന്നതായൊരു വചനം നമുക്ക് കാണുവാൻ കഴിയും. 43-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയുമിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരായി കർത്താവ് സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയുമിരിക്കുന്ന ഏവരെയും കൊണ്ടുവരുവിൻ എന്ന് പറയുന്ന ഒരനുഭവം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നാം തിരുസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുവാനിടയാകുന്ന ഒരനുഭവം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. കർത്താവ് അതിനെക്കുറിച്ച് തൻ്റെ സുവിശേഷങ്ങളിൽ പറയുമ്പോൾ താൻ ഭൂമിയുടെ അറുതി വരെയും എല്ലായിടത്തും തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ തൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളുവാൻ ഇടയാകുമെന്ന് പറയുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെയൊക്കെയും തൻ്റെ അടുക്കലേക്ക് ചേർക്കുവാൻ ഇടയാകുന്ന ഒരനുഭവം നമുക്ക് വിശ്വാസത്താൽ ചിന്തിപ്പാൻ കഴിയും. അന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടേണ്ടതിനായി തനിക്കുള്ളവരെ വിളിക്കുന്ന വിളിയായി ഈ ശബ്ദത്തെ നമുക്ക് ഉണരുവാനിടയാകും. ദൈവത്തിൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടവരുമായവരെയാണ് തൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് ദൂതന്മാരോട് കൽപ്പിച്ച് ദൂതന്മാരെ ആ പ്രവൃത്തികൾക്കായി അയക്കുവാൻ ഇടയാകുന്നത്. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഉണരുവാൻ ഇടയാകേണ്ടത് ദൈവം നമ്മെ കൂട്ടി വരുത്തുവാൻ ഇടയാകണമെങ്കിൽ, അഥവാ കർത്താവിൻ്റെ വരവിൽ നാം തിരുസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ നമുക്കിടയാകണമെങ്കിൽ ഒന്നാമത് നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാകണം, അഥവാ വിളിക്കപ്പെട്ടവരായി തന്നെ കാണപ്പെടുവാൻ നമുക്കിടയാകണം. റോമാലേഖനം 7-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ദൈവം തന്നെ മുൻ നിർണയത്തിനേറ്റവണ്ണം വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ചെയ്യുന്നതായി നാം വായിക്കുന്നുണ്ട്. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. അവിടെ ദൈവം താൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിക്കവരെ തേജസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനായി വിളിക്കപ്പെട്ട ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിൽ ആ തേജസ്കരണത്തിന് യോഗ്യരാകുവാൻ തക്കവണ്ണം നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നാം ഉറപ്പാക്കി ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാണെന്ന് ഉണരുവാനിടയാകട്ടെ. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ളതാണ് സത്യം. ആ വിളി കേട്ടാണ് നാം തിരുസന്നിധിയിൽ വരുവാൻ ഇടയായത്. അങ്ങനെ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു ദൈവമായി പൈതലാണ് നാം എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് നാം ഉണർന്നുകൊണ്ട് ആ വിളിക്കേറ്റവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചൊരുങ്ങുവാൻ ദൈവത്താൽ ഒരുക്കപ്പെടുവാൻ നമുക്കിടയാകേണ്ടിയിരിക്കുന്നു. ആ 43-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് പറയുന്നതായി നാം അവിടെ വായിക്കുന്ന വാക്യം ഇതാണ്: ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറവാനിടയാകുന്നു. ആ വേദഭാഗത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ആർക്കായിട്ടാണ് അത് പരാമർശിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 43-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അതിൻ്റെ അവസാനത്തിൽ എന്ത് പറയുന്നു? ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറവാനിടയാകുന്നു. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ തനിക്കുള്ളവരാക്കി തീർക്കുവാൻ ഇടയാകുന്ന ഒരനുഭവം. ആ അനുഭവത്തെ ഉണർന്നുകൊണ്ട് ദൈവമക്കളെ, നാം ദൈവത്താൽ വിളിക്കപ്പെട്ട് തനിക്കുള്ളവരായി തീരുവാൻ ഇടയാകണമെന്ന് ചിന്തിക്കുമ്പോൾ ആരെയാണ് വിളിച്ചതല്ലെങ്കിൽ എന്താണ് വിളിക്കപ്പെട്ടവൻ്റെ ഉദ്ദേശം എന്നുള്ളത് വ്യക്തത നമുക്ക് ആ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇനി 1-ാം വാക്യം വായിച്ചാട്ടെ. ഇപ്പോഴോ യാക്കോബേ, ശ്രദ്ധിക്കണേ, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അപ്പോൾ ദൈവം
തനിക്കുള്ളവരായി വീണ്ടെടുത്ത് പേർ ചൊല്ലി വിളിച്ച ജീവിതത്തിൻ്റെ വിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ആ യാക്കോബിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കണം. എന്താണ്? ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. നമുക്കറിയാം, ഈ യാക്കോബ് എന്ന് പറയുന്ന ആള് തന്നെയാണ് ആര്? ഇസ്രായേലും. പക്ഷെ യാക്കോബായി കുറേ നാളുകൾ ജീവിച്ച ശേഷം പിന്നീടാണ് തൻ്റെ ജീവിതത്തിൽ താൻ ഇസ്രായേൽ എന്ന അനുഭവത്തിലേക്ക് മാറുവാനിടയാകുന്നത്. യാക്കോബിൻ്റെ ജീവിതം ആ യബ്ബോക്ക് കടവിങ്കൽ വരെയും യാക്കോബ് എന്ന അനുഭവത്തിൽ തന്നെയാണ് ജീവിപ്പാൻ ഇടയായത്. പക്ഷേ ആ യബ്ബോക്ക് കടവിങ്കൽ മുതൽ പിന്നീട് താൻ അറിയപ്പെടുവാൻ ഇടയാകുന്നത് ഇസ്രായേൽ എന്നാണ്. കുറിപ്പെട്ട ഒരു സമയം വരെയും യാക്കോബായി ജീവിച്ച വ്യക്തി പിന്നീട് ദൈവം തന്നെ ഇസ്രായേൽ എന്ന് നാമകരണം ചെയ്ത് ഇസ്രായേലാക്കി തീർക്കുവാനിടയാകുന്നു. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം ഉണരേണ്ടതായ ഒരു സത്യമാണ്. യാക്കോബ് എന്ന് പറയുമ്പോൾ യാക്കോബിന് വിശേഷത കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നാം ശ്രദ്ധിച്ചു കാണുമായിരിക്കും. യാക്കോബ് ആരാണെന്നാണ്? സൃഷ്ടിക്കപ്പെട്ട യാക്കോബ് എന്നാണ്. സൃഷ്ടിക്കപ്പെട്ട യാക്കോബ്. നാം എല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അക്ഷരീകമായൊരു സൃഷ്ടി നാം ഈ ലോകത്തിൽ ഉരുവാകുവാൻ കാരണമായി തീർന്നു. ദൈവം നമ്മെ സൃഷ്ടിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായതുകൊണ്ടാണ് നാം ഇന്ന് ഭൂമിയിൽ മനുഷ്യനായി ജീവിപ്പാൻ ഇടയാകുന്നത്. സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ പേർ ചൊല്ലി വിളിക്കുന്ന അനുഭവത്തിൽ ആത്മീകമായൊരു സൃഷ്ടി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകുന്നുണ്ട്. ദൈവം നമ്മെ വീണ്ടെടുത്ത് പേർ ചൊല്ലി വിളിച്ച് തനിക്കുള്ളവരാക്കി തീർക്കുമ്പോൾ ആ പഴയ സൃഷ്ടിയല്ല നമുക്ക് മുഖ്യമായി വെളിപ്പെടുവാൻ ഇടയാകുന്നത്. നാം ആത്മീകമായി സൃഷ്ടിക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കിടയാകുന്നു. എഫെസ്യലേഖനത്തിലാണ് 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ക്രൂശിൽ ശത്രുത്വം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുവശത്തെയും ഒന്നാക്കി തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിച്ചു എന്നൊരനുഭവം പറയുന്നു. എഫെസ്യലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. ഇരുവശത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും. അതിൻ്റെ മുകളും താഴെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, അത് കാൽവരി ക്രൂശിൽ തൻ്റെ മരണത്തിൻ്റെ അനുഭവത്തിൽ താൻ ചെയ്യുന്നതായ പ്രവൃത്തിയാണ്. ക്രൂശിൽ താൻ മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രൂശിൽ താൻ പ്രായശ്ചിത്തമായി തീർന്നുകൊണ്ട് സമാധാനമുണ്ടാക്കി ഇരുവശത്തെയും ഒന്നാക്കി ദൈവത്തോട് നിരപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ നാം വായിക്കുന്നത്. എന്താണ്? ഇരുവശത്തെയും ഒന്നാക്കി ഒരു പുതു മനുഷ്യനായി സൃഷ്ടിക്കുവാനിടയാകുന്നു എന്ന്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നാം ദൈവത്താൽ ഒരു പുതു മനുഷ്യനായി സൃഷ്ടിക്കപ്പെടുവാനിടയാകുന്നു. ഒരു സൃഷ്ടിയുടെ അനുഭവം നമ്മിൽ വെളിപ്പെടുവാനിടയാകാണ്. ഇപ്പോഴാണ് നാം സൃഷ്ടിക്കപ്പെട്ട യാക്കോബ് എന്ന അനുഭവത്തിലേക്ക് വരുവാൻ ഇടയാകുന്നത്. ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ മോചിക്കപ്പെട്ട് ഇപ്പോൾ നാം ദൈവമക്കളായി, അതുകൊണ്ട് ഇനി യാക്കോബിൻ്റെ അനുഭവം നമ്മിൽ ഇല്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം ക്രിസ്തുവിനെ ധരിച്ചവരായി നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നതിനാൽ നാം ക്രിസ്തുവിനെ ധരിച്ചവരായി ജീവിക്കുമ്പോൾ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് നാം അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് വ്യക്തതയോടെ ഉണരുന്ന ഒരു സത്യമുണ്ട്. പുറമേ ക്രിസ്തുവിൻ്റെ വേഷം, അകമേ നമ്മുടെ പഴയ മനുഷ്യൻ്റെ അനുഭവങ്ങൾ എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണരുവാനിടയാകും. യാക്കോബ് ഏശാവിനെ അനുഗ്രഹിച്ച് അനുഗ്രഹം കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇസ്ഹാക്കിൻ്റെ ആലോചന കേട്ട് ഏശാവ് അനുഗ്രഹിക്കപ്പെടുവാൻ ഉത്സാഹിക്കുമ്പോൾ, റിബേക്ക ആ പിതാവിൻ്റെ ആലോചന കേട്ടിട്ട് യാക്കോബിനെ അനുഗ്രഹിക്കുവാൻ താല്പര്യപ്പെട്ടതിനാൽ ഏശാവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഏശാവിനെ പോലെ രോമമുള്ളവനായി തീരുവാൻ കയ്യും കഴുത്തുമൊക്കെ ആട്ടിൻതോല് കൊണ്ട് പൊതിഞ്ഞ് ഏശാവിൻ്റെ അതേ വേഷത്തിൽ അതേ വാസനയോട് യാക്കോബിനെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ ഇസഹാക്ക് കണ്ണു കാണാൻ വയ്യാത്തവനാണെങ്കിലും ആ ശബ്ദം കേട്ടപ്പോൾ തപ്പിനോക്കി ഏശാവാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ താൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണ്? ശബ്ദം യാക്കോബിൻ്റെതാണെന്ന്. കാരണം ഉള്ളിലിരിക്കുന്ന ആരാണ്?
യാക്കോബാണ്. അതുകൊണ്ട് ജീവിതാനുഭവത്തിൽ അകത്തിരിക്കുന്നതാണ് പുറമേ വെളിപ്പെടുന്നത്, അല്ലെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് യേശു പറയുമ്പോൾ ഉള്ളിലിരിക്കുന്ന യാക്കോബാണ് നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും വെളിപ്പെടുവാനിടയാകുന്നത്. പുറമേ നാം സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചവരാണെങ്കിലും, അഥവാ യാക്കോബ് തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏശാവിൻ്റെ വസ്ത്രം ധരിച്ചതുപോലെ നാമും യാക്കോബായിരുന്ന് ഏശാവിനെ ധരിച്ചവരായി ക്രിസ്തുവിനെ ധരിച്ചവരായി കാണപ്പെടുന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് നമ്മിലും ഇന്നെന്ത് വെളിപ്പെടുന്നത്? പലവിധമായ ദോഷങ്ങളും വെളിപ്പെടുവാനിടയാകുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നതെന്ന് പറയുമ്പോൾ പല അശുദ്ധിയുടെ അനുഭവങ്ങളും നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ കാരണം ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു പഴയ മനുഷ്യൻ നമ്മിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നാലും നമുക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു പ്രത്യാശയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ക്രിസ്തുവിനെ ധരിച്ചവരായിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവത്തിൽ, അഥവാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നൊരനുഭവത്തിൽ നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യനാണെന്നൊരു ധൈര്യം നമുക്കുണ്ട്. ആ ധൈര്യത്തോടെയാണ് നാം മുൻപോട്ട് ജീവിച്ചു പോകുവാനിടയാകുന്നത്. ഏശാവിൻ്റെ വസ്ത്രം ധരിച്ച് പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചത് യാക്കോബിൻ്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ, അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് ദൈവം യാക്കോബിനെ വഴി നടത്തുവാനിടയാകുകയാണ്. തന്നെ ലാബാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. വഴിയിൽ ദൈവം തനിക്ക് ദർശനം കൊടുക്കുന്നു. തൻ്റെ വ്യക്തതയോടെ താൻ അത് നിമിത്തമായി ദൈവസന്നിധിയിൽ തന്നെ തീരുമാനിച്ച് സമർപ്പിക്കുവാനിടയാകുന്നു. ലാബാന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം തനിക്ക് ഭൗതികമായ സമ്പത്തും സമൃദ്ധിയൊക്കെ കൊടുക്കുന്നു. തൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങളിൽ ദൈവം തന്നെ നടത്തുവാനിടയാകുന്നു. ഒരു ഭാര്യ എടുക്കാൻ പോയവന് 4 ഭാര്യയെ കിട്ടുന്നു. 1-2 കുഞ്ഞുങ്ങളെ ആയിരിക്കും ആഗ്രഹിച്ചത്, പക്ഷേ 12 മക്കളുള്ളവനായി അവൻ മാറുന്നു. ഇങ്ങനെ വലിയ 2 കൂട്ടമായി, ഒരു വടിയോടുകൂടെ മാത്രം യോർദാൻ കടന്നു പോയവനിപ്പോൾ വലിയ 2 കൂട്ടമായി മടങ്ങി വരത്തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് നന്മയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനിടയായി. അങ്ങനെ ലാബാന്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ ദൈവം തനിക്ക് ദർശനം കൊടുത്തിട്ട് തന്നോട് പറയുന്നു, നീ തിരികെ നിന്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോകുക. ലോകത്തിൻ്റെ പിന്നാലെ പോയി ഭൗതിക നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്ത് സമ്പത്തൊക്കെ ഉണ്ടാക്കുവാൻ ഉത്സാഹിക്കുന്ന ദൈവവേദലിൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ദൈവം വ്യക്തമായി ഇടപെട്ട് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി യാക്കോബിൻ്റെ ജീവിതത്തിൽ ലാബാനും മക്കളുമൊക്കെ എതിരായി തീർന്നതുപോലെ പ്രതികൂലതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ആത്മീയതയിലേക്ക് തിരിയുവാൻ ദൈവം അവസരങ്ങളെ തരുന്നു. അങ്ങനെ യാക്കോബിനും അവസരം കിട്ടിയത് നിമിത്തമായി താൻ ലാബാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ തനിക്ക് മരണഭയം ഉണ്ടാകത്തക്കവണ്ണം താൻ ഏശാവിനാൽ കൊല്ലപ്പെടുമെന്ന് ചിന്ത വന്നിട്ട് താൻ മരിച്ചു പോകുമെന്ന ബോധ്യത യാക്കോബ് ഏശാവ് തന്നെ കൊല്ലുവാനായി, അല്ലെങ്കിൽ തനിക്കെതിരായി 400 പേരുമായി വരുന്നു എന്ന് ശബ്ദം കേട്ടപ്പോൾ അന്ന് ആ യാക്കോബിനെ ഏശാവിനെ കളിപ്പിച്ച നാളിൽ ഏശാവ് ഹൃദയത്തിൽ തീരുമാന ശബ്ദമായി തന്നെ പുറത്തു വന്നു. അപ്പം മരിക്കുന്ന നാളിൽ ഞാൻ യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞ ആ ഏശാവിൻ്റെ ശബ്ദം യാക്കോബിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ മുഴങ്ങിയത് കൊണ്ട് ഭയപ്പെട്ട് തനിക്കുള്ളതിനെയൊക്കെയും അക്കരെ കടത്തി, ഈ ലോകത്തിൽ താൻ നേടിയതും സമ്പാദിച്ചതും ഒന്നുമല്ല വിശേഷപ്പെട്ടതെന്ന് കണ്ട് അതൊക്കെയും താൻ അക്കരെ കടത്തിയിട്ട് ഇക്കരെ ആ എബോക്ക് കടവിങ്കൽ ഇരുന്ന് രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാകുന്നു, ദൈവത്തോട് മല്ലുപിടിപ്പാനിടയാകുന്നു, കരഞ്ഞ് ദൈവത്തോട് അപേക്ഷിപ്പാനിടയാകുന്നു. തനിക്ക് ആവശ്യം എന്താണ്? തനിക്കൊരു അനുഗ്രഹം വേണം. പണ്ട് വലിയ കൂട്ടമായി അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് താൻ മടങ്ങി വരുന്നത്, താൻ തന്നെ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഭൗതിക നന്മകൾ എന്നൊരനുഗ്രഹത്തിന് ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ലാതായി താൻ മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ അനുഗ്രഹം കൊണ്ടൊന്നും പ്രയോജനമില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് യാക്കോബ് ഇപ്പോൾ ദൈവിക അനുഗ്രഹത്തിനായി ആഗ്രഹിക്കുന്നവനായി, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനായി തീരുവാനിടയാകുന്നു. അങ്ങനെയുള്ളതായ തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ദൈവം തനിക്ക് ഇസ്രായേൽ എന്ന പേര് കൊടുക്കുവാനിടയാകുന്നത്. ഇസ്രായേൽ എന്ന പേരിലെ നാം ശ്രദ്ധിക്കുമ്പോൾ യെശയ്യാപ്രവചനം 43:1 നാം വായിച്ചത് എന്താണ്? ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവൻ എന്ന് പറയുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, യാക്കോബ് സൃഷ്ടിക്കപ്പെട്ടവനാണ്. ആ യാക്കോബിനെ വിവിധങ്ങളായ പാതയിലൂടെ നടത്തി ഇപ്പോൾ ദൈവം അവനെ നിർമ്മിച്ചുണ്ടാക്കി ആരാക്കി തീർക്കുന്നു?
ഇസ്രായേലാക്കി മാറ്റുവാനിടയാകുകയാണ്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താണ്? ഉപായി എന്നാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം ആരംഭിച്ചപ്പോൾ തന്നെ ഉപായത്തോടെയാണ് ആരംഭിച്ചത്. മുമ്പേ നാം കണ്ടല്ലോ, യാക്കോബ് തൻ്റെ ജീവിതം ആരംഭിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ താൻ അനുഗ്രഹത്തിനായി ഒരുങ്ങി അനുഗ്രഹിക്കപ്പെട്ടവനായി മുൻപോട്ട് പോകുവാൻ തുടങ്ങുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രത്യേക സന്ദർഭം എങ്ങനെയാണ്? ഉപായത്തോടെയാണ്. എന്താ ഉപായം? ജ്യേഷ്ഠ സഹോദരൻ്റെ വസ്ത്രം ധരിച്ച് തന്നെ പോലെ ആയി താനാണെന്ന് നടിച്ചുകൊണ്ട് ഉള്ളിൽ താൻ യാക്കോബായി തന്നെ ഇരുന്നു കൊണ്ടാണ് പിതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പോകുവാനിടയാകുന്നത്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നാം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഉപായികളായി, അല്ലെങ്കിൽ പുറമേ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട്, തിരുവഴുത്തിൽ അപ്പോസ്തലൻ പറയുന്നത് പോലെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി ജീവിച്ചുകൊണ്ടാണ് നമ്മിൽ അനേകരും മുൻപോട്ട് പോകുന്നത്. ആ ഒരു ജീവിതത്തിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ തന്നെ യാക്കോബിനെ രൂപാന്തരപ്പെടുത്തി ഇസ്രായേലാക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെയും ജീവിതത്തിൽ വെളിപ്പെടുന്നതിനാൽ ദൈവം നമ്മെ തനിക്കുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നുണ്ട്. എന്തിനാണ്? സൃഷ്ടിക്കപ്പെട്ട യാക്കോബിനെ ആരാക്കി തീർക്കണം? നിർമ്മിച്ച് ഉണ്ടാക്കിയ ഇസ്രായേലാക്കി മാറ്റുവാനിടയാകണം. ഇല്ലേ? 7-ാം വാക്യത്തിൽ എന്താണ് വായിച്ചത്? ഞാൻ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന, സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനെ നിർമ്മിച്ച് ഉണ്ടാക്കുന്ന മറ്റൊരനുഭവമായി മാറുവാനിടയാകണം. നമുക്കറിയാം, ഒരു മരം എന്ന് പറയുന്നത് എന്താണ്? സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ഉരുവാക്കപ്പെട്ടതാണ്. എന്നാൽ ആ മരത്തെ ഒരു കസേരയാക്കി ഉണ്ടാക്കണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതിനേറ്റതായ പ്രവൃത്തികളെ ചെയ്യുവാനിടയാകണം. ഒരു മരം ഒരിക്കലും ഒരു കസേരയായി മാറത്തില്ല. ആ മരത്തെ വെട്ടി അതിനെ മുറിച്ച് ചെത്തി വെടിപ്പാക്കി അറുത്ത് ആശാരി അതിന് തൻ്റെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചുണ്ടാക്കുമ്പോഴാണ് അതെന്തായിത്തീരുന്നത്? ഒരു മേശയായി മാറുവാനിടയാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാകണമെങ്കിൽ ഉപായത്തോടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്ന യാക്കോബുള്ളിൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിനെ ധരിച്ചവരായി ഭക്തിയുടെ വേഷം ധരിച്ച നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തതയോടെ വെളിപ്പെട്ട് ദൈവം നമ്മെ നിർമ്മിച്ച് ചെത്തിയും വെടിപ്പാക്കി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തൻ്റെതായ ആ ഉപകരണങ്ങളിലൂടെ ഓരോരോ പ്രവൃത്തികൾ സമയാസമയങ്ങളിൽ ചെയ്ത് അതിനുശേഷമാണ് നാം ആരാകുന്നത്? നിർമ്മിക്കപ്പെട്ട ഇസ്രായേലായി തീരുവാൻ ഇടയാകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്രായേലാണ് എന്ന് ചിന്തിപ്പാൻ നമുക്കിടയാകുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ് എന്നുള്ളതാണ് സത്യം. നാം ഫിലിപ്പിയ ലേഖനത്തിലാണ് വായിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. എന്താണ്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു എന്നാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കും. ശ്രദ്ധിക്കണം, നാം രക്ഷിക്കപ്പെട്ട നാളിൽ നാം കർത്താവിനെ ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീകരായി ജീവിപ്പാൻ ഒരു പുതിയ സൃഷ്ടിയായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആ നാൾ മുതൽ ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മെ നിർമ്മിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായിട്ടാണ്? ഈ ഉപായിയായ യാക്കോബ് ആരായി മാറണം? ഇസ്രായേലായി, അഥവാ ദൈവത്തിന് ഉള്ളവനായി തീരുവാനിടയാകണം. യെശയ്യാപ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഒരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവനെന്നെഴുതി ഇസ്രായേൽ എന്ന മറുപേരെടുക്കുമെന്ന്. അപ്പോൾ ഇസ്രായേൽ എന്ന വാക്കിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? യഹോവയ്ക്ക് ഉള്ളവനെന്നാണ്. നമുക്ക് യാക്കോബായ നമുക്ക് ഉപായിയായ നമുക്ക് ഇസ്രായേൽ എന്നൊരു പേര് ലഭിക്കണമെങ്കിൽ, ദൈവം നമ്മെ നിർമ്മിച്ചുണ്ടാക്കി നാം ഇസ്രായേലായി മാറുവാൻ ഇടയാകണമെങ്കിൽ ആരായിത്തീരണം? നാം ദൈവത്താൽ
നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടവനായി ദൈവത്തിനുള്ളവനായി തീരണം. ദൈവം തൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തി, ദൈവത്താൽ നാം രൂപാന്തരപ്പെടുത്തപ്പെട്ട് ജീവിതാവസ്ഥകൾ, ജീവിതാനുഭവങ്ങളൊക്കെ മാറ്റി അന്യവും അശുദ്ധമായതും ദൈവഹിതമല്ലാത്തതെല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നാം പ്രാപിക്കേണ്ട രൂപാന്തര അനുഭവങ്ങളിലൂടെ, നമ്മിൽ ലഭ്യമാകേണ്ട ദൈവിക അനുഭവങ്ങളിലൂടെ നമ്മെ നടത്തി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം നമ്മെ നിർമ്മിച്ച് ഉണ്ടാക്കി ആരാക്കി തീർക്കുന്നു? ദൈവത്തിനുള്ളവരാക്കി തീർക്കുവാനിടയാകുന്നു. അങ്ങനെ ദൈവത്തിനുള്ളവരാക്കി നമ്മെ മാറ്റിയിട്ട് നാം ദൈവത്തിനുള്ളവരായി തീരുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? നമ്മെ തൻ്റെ അടുക്കൽ ചേർക്കുവാനിടയാകുന്നത്. അല്ലേ? നാം മലാക്കി പ്രവചനം വായിക്കുമ്പോൾ, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്നാണ്. അതിനിൽ തമിഴിൽ നാം വായിക്കുമ്പോൾ അവർ എന്നുടയവർകളായിരിക്കുമെന്നാണ് തമിഴിൽ പറയുന്നത്. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. മലയാളത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കുമെന്നാണ്. എന്നാൽ തമിഴിൽ വായിക്കുമ്പോൾ അവർ എന്നുടയവർകളായിരിക്കുമെന്നാണ്. എന്നുടയവർകൾ ദൈവത്തിനുള്ളവരായിരിക്കുമെന്നാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിൽ നാം ചേർക്കപ്പെടുവാൻ നമുക്കിടയാകണമെങ്കിൽ നാം ഇസ്രായേലായി മാറിയേ മതിയാകൂ. യാക്കോബ് എന്ന ജീവിതാനുഭവം നമ്മിൽ നിന്ന് മാറിയിട്ട് അതിനേറ്റതായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വ്യക്തതയോട് നമ്മിൽ വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ട് നാം ഇസ്രായേലായി അഥവാ ദൈവത്തിനുള്ളവരായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുവാൻ നമുക്കിടയാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണോ? ഒരു മരത്തെ വെട്ടാൻ ചെല്ലുമ്പോൾ മരം പറയുകയാണ്, അയ്യോ എന്നെ വെട്ടരുത്, എനിക്ക് മരമായി തന്നെ നിൽക്കണം, ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി തന്നെ വെട്ടാൻ സമ്മതിക്കാതിരുന്ന എന്ത് സംഭവിക്കും? ആ മരത്തിൻ്റെ ആയുസ് വരെ അതുവരെ മരമായിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഉണങ്ങി പൊടിഞ്ഞ് മണ്ണായി ചേരുവാനിടയാകും. ഇല്ലേ? എന്നാൽ ആ മരത്തെ വെട്ടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത്, ഈർച്ചവാളിന് അറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത്, ചിന്തേറിന് ഏൽപ്പിച്ചു കൊടുത്ത്, ഉളിയും ചുറ്റികയും ഒക്കെ തന്നിൽ വ്യക്തതയോടെ ശക്തമായി തന്നെ പ്രവർത്തിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത്, നിവൃത്തിയില്ലാഞ്ഞിട്ടെന്നല്ല മനസ്സോടെ മനഃപൂർവ്വമായി ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്ന് അത് പ്രയോജനമുള്ളതായി മാറി ഒരു ഫർണിച്ചറായി നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രയോജനവുമുള്ളതായി മാറുകയാണ്. അതിന് നാം താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ മരത്തിന് മറ്റൊരു അനുഭവമായിരിക്കും ഉണ്ടാകുക. സാധാരണഗതിയിൽ ഒന്നുകിൽ മരത്തെ ഉരുപ്പടിയാക്കുവാൻ, അറുത്ത് ഉരുപ്പടിയാക്കി പ്രയോജനപ്പെടുത്തുവാനിടയാകും. ഇല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ്? വെട്ടി വിറകാക്കുവാനിടയാകും. അല്ലേ? അതിനെ വെട്ടി തീ കത്തിക്കുവാനിടയായി തീരുമെന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ മധ്യേ നടക്കുന്ന ഒരു അനുഭവമാണ്. ഒന്നുകിൽ ഒരു മരത്തെ ഫർണിച്ചറാക്കി നമുക്ക് ഉരുപ്പടിയായി പ്രയോജനമുള്ളതാക്കും. അതിനത് കൊള്ളത്തില്ല എന്ന് കണ്ടാൽ, അതിനെ ആ നിലയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് കണ്ടാൽ അതിനെ വിറകിനുപയോഗിച്ച് അല്ലെങ്കിൽ കത്തിച്ച് കളയുവാൻ, നശിപ്പിക്കപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവം ഉണ്ടാകും. ദൈവമക്കളെ ഓർക്കണേ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെ പുതുമനുഷ്യനായി സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് നാം പൂർണ്ണരായി തീർന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി ശരിയാണ്. പക്ഷെ ആ പുതിയ സൃഷ്ടിയെ ഇനി എന്താക്കി തീർക്കണം? നിർമ്മിച്ചുണ്ടാക്കി ദൈവത്തിനുള്ളവനാക്കി മാറ്റുവാനിടയാകണം. അങ്ങനെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ നടക്കത്തക്കവണ്ണം നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നവരായി തീരുവാനിടയാകണം. നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരാറുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ നാം പാടാറുള്ള പാട്ടാണ്. എന്താണ്? കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ എന്നെ ഏൽപ്പിക്കുന്നു കർത്താവ്, തിരുഹിതം പോലെ എന്നെ മെനയണമേ, എന്നെ മാനപാത്രമാക്കി തീർക്കണമേ എന്നൊക്കെ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. യഥാർത്ഥമായി അങ്ങനെ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിലേ ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? നമ്മെ മെനയുവാനിടയാകത്തുള്ളൂ. വെറും മണ്ണായി കിടന്ന് നമ്മെ മനോഹരമായൊരു പാത്രമാക്കി മാറ്റുവാൻ ഇടയാകണമെങ്കിൽ, അതിമനോഹരമായൊരു പ്രവാക്സായി പൂപ്പാത്രമായി അതിനെ മാറ്റുവാൻ ഇടയാകണമെങ്കിൽ കുശവന്റെ കയ്യിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കണം. കുശവൻ ആ മണ്ണിനെ ചവിട്ടി 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 പദം വരുത്തി പിന്നെ അതിൻ്റെതായ പ്രവൃത്തികളിലൂടെ ഒക്കെ പ്രവർത്തിച്ച് അതിനെ ഒരുക്കിയെടുത്ത് ചക്രത്തിന്മേൽ വെച്ച് അതിനെ കറക്കി അതിൻ്റെ കൈകൊണ്ടതിനെയൊക്കെ മെനഞ്ഞ് അവസാനം അതിനെ തീയിൽ വെച്ച് ചുട്ടെടുത്ത് കഴിയുമ്പോഴാണ് അതെന്തായി മാറുന്നത്?
മനോഹരമായൊരു ഭൂപാത്രമായി നമ്മുടെ മേശപ്പുറത്ത് വരുവാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രവൃത്തിക്കായി നമ്മെ നാം മനഃപൂർവ്വമായി കുശവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് സന്തോഷത്തോടെ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ നാം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മിൽ തൻ്റെ നല്ല പ്രവൃത്തി വെളിപ്പെടുത്തി നമ്മെ നിർമ്മിച്ച് ഉണ്ടാക്കുവാനിടയാകും. എന്നാൽ യിരെമ്യാപ്രവചനം നാം ശ്രദ്ധിക്കുമ്പോൾ ആ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? കുശവൻ ഇങ്ങനെ ചക്രത്തിന് മേൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കയ്യിൽ താൻ പണിതുകൊണ്ടിരുന്ന പാത്രം എന്തായി തീർന്നെന്നാണ്? ചീത്തയായി പോയി എന്ന് പറയുന്നു. ആ പാത്രം ചീത്തയായി പോകുവാനിടയായി എന്നാണ്. ആ പാത്രം ചീത്തയായി പോയി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം കുശവന്റെ കയ്യിലായിരുന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ ചീത്തയാകുവാൻ കാര്യമുണ്ട്, അഥവാ സന്ദർഭമുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടായിരിക്കാം ഒരു മൺപാത്രം കുശവന്റെ കയ്യിൽ ചീത്തയായി പോകുന്നത്? നമ്മുടെ മാനസിക ചിന്തയിൽ കുശവന്റെ കുഴപ്പം കൊണ്ടായിരിക്കും എന്നാണ്. പക്ഷെ നമ്മുടെ കുശവൻ ആരാണ്? സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മെ പണിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തെറ്റു വരത്തില്ല. നാം ചീത്തയാകത്തക്കവണ്ണം ദൈവം നമ്മിൽ തെറ്റായ പ്രവൃത്തി ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തായിരിക്കും നാം ചീത്തയാകുവാൻ കാരണം? വേറൊന്നുമല്ല, ദൈവം നമ്മെ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ മെനയുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിക്ക് മനസ്സോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ നാം പലപ്പോഴും പറയും, കർത്താവേ അങ്ങയുടെ ഇഷ്ടം ഒന്നും വേണ്ട കർത്താവേ, എൻ്റെ ഇഷ്ടം മാത്രം മതി. അല്ലേ? അങ്ങനെയല്ലേ പറയാറ്? പാട്ട് പാടുന്ന പാട്ടുകാരൻ പാടുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം മതി എന്നാണ്. പക്ഷെ നാം പറയുന്നത് എന്താണ്? കർത്താവേ എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇത് വേണം, അത് വേണം, അത് തരണം, ഇത് തരണം, അങ്ങനെ എല്ലാം നമ്മുടെ ഇഷ്ടത്തെ അറിയിച്ചുകൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ട്, നമുക്ക് ഏറ്റവണ്ണം, നമ്മുടെ ചിന്തയ്ക്ക് ആഗ്രഹത്തിന് ഏറ്റവണ്ണം ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെന്ന് നാം പറയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരത്തിൽ ചീത്തയായി പോകുന്ന ഒരു അനുഭവം. ഞാൻ ചിലപ്പോൾ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. കുശവൻ നമ്മെ പ്രയോജനമുള്ള രുചികരമായ മീൻകറി വയ്ക്കുവാൻ തക്ക നല്ല ഒരു മീൻചട്ടിയാക്കുവാൻ ആഗ്രഹിക്കുകയാണെന്നിരിക്കട്ടെ. ഈ കുശവന്റെ കയ്യിലിരിക്കുന്ന മണ്ണ് പറയും, ഇല്ലില്ല, ഒക്കത്തില്ല, എനിക്ക് എപ്പോഴും തീയുടെ അടുത്തിരുന്ന് ചൂടാകുവാനും കരി പിടിക്കുവാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്നെ മേശപ്പുറത്ത് വെക്കുവാൻ തക്കവണ്ണം മനോഹരമായ ഒരു ഭൂപാത്രമാക്കി മാറ്റിയാൽ മതി എന്ന് മണ്ണ് പറഞ്ഞിരിക്കട്ടെ. അല്ലെങ്കിൽ മണ്ണിൻ്റെ ചിന്തയും ആഗ്രഹവും തനിക്കൊരു ഭൂപാത്രമായി മനോഹരമായി എല്ലാവരുടെ മുൻപ് എല്ലാവരും കാണുന്നിടത്ത് ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. മീൻചട്ടിയായ എന്താ കുഴപ്പം? അടുക്കളയുടെ മൂലയ്ക്ക് കിടക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എന്ത് ചെയ്യും? തീയെ കെട്ടി വെച്ച് ചൂടാക്കും, അല്ലേ? പിന്നെ കരിയും പുകയൊക്കെ പിടിക്കും. വൃത്തികേടും നാണക്കേടും ഒക്കെയാണ് മനുഷ്യൻ്റെ മുമ്പിൽ വരാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് എനിക്ക് മീൻചട്ടി ആകണ്ട, ഞാനൊരു മനോഹരമായ പൂപാത്രമാകണം, എനിക്കതാണ് ആഗ്രഹമെന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ ഇങ്ങനെ മസിൽ പിടിച്ച് കുശവന്റെ കയ്യിലിരിക്കുമ്പോൾ കുശവൻ ആ മണ്ണിൽ ഇങ്ങനെ പണി ചെയ്ത് വന്ന് ആ മൺപാത്രത്തെ ചട്ടിയാക്കുവാൻ തക്കോണം ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരുമ്പോൾ ഈ മണ്ണെന്ത് ചെയ്യും? മീൻചട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ വലുതായിട്ട് വരണം, ഇല്ലേ? മണ്ണെന്ത് ചെയ്യും? ഫ്ലവർ വോയിസ് ആകാൻ ആഗ്രഹിച്ചല്ലെങ്കിൽ ഭൂപാത്രമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഭൂപാത്രത്തിന്റെ വായ എങ്ങനെയാ? ചെറുതാണ്. ഇത് തന്നെ ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് ഞാൻ വലുതാകത്തില്ല, ചെറുതാകുമെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് വലിഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകും. കുശവന്റെ കയ്യിൽ ആ പാത്രം ചീത്തയായി തീരുവാനിടയാകും. അതാണ് സംഭവിപ്പാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, നമ്മുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നാം കൊണ്ടുപോകുമ്പോൾ കുശവന്റെ കയ്യിൽ ചീത്തയായി പോകുന്ന മാൻപാത്രമായിട്ടാണ് നാം മാറ്റപ്പെടുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കളെ നമുക്കിന്ന് ദൈവമഹത്വത്തിനായി ജീവിപ്പാൻ കഴിയാതെ ഇസ്രായേൽ എന്ന ദൈവത്തിനുള്ളവർ എന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. അവിടെ ചീത്തയായ മൺപാത്രത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ ആ കുശവന്റെ അനുഭവത്തിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കുശവൻ എന്ത് ചെയ്തെന്നാണ് യിരെമ്യാപ്രവചനം 27-ാം അധ്യായത്തിന്റെ 18. കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ, ശ്രദ്ധിക്കണം കേട്ടോ, ആർക്ക് തോന്നിയ പോലെ? മണ്ണിന് തോന്നിയ പോലെ അല്ല. പിന്നെയോ, കുശവന്
തോന്നിയ പോലെ. കുശവന് തോന്നിയ പോലെ അതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്നാണ്. അപ്പൊ മണ്ണ് ആഗ്രഹിച്ച പാത്രമാക്കിയിട്ടല്ല ഉണ്ടാക്കിയത്. കുശവൻ ആഗ്രഹിച്ച പോലെ തനിക്ക് തോന്നിയതുപോലെ എന്താക്കി തീർക്കുന്നു? മറ്റൊരു പാത്രമാക്കി തീർക്കുവാനിടയാകുന്നു. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് മനോഹരമായി വായിക്കുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? ദൈവം താൻ ഉണ്ടാക്കിയതിനെ ഒക്കെ നോക്കി എന്ത് കണ്ടെന്നാണ്? നല്ലത് എന്ന് കണ്ടു എന്നാണ്. അതിൻ്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? ദൈവം താൻ ഉണ്ടാക്കിയതിനെ നോക്കി എത്രയും നല്ലതെന്ന് കണ്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ കുശവന്റെ കയ്യിലിരിക്കുന്ന നമ്മാകുന്ന മൺപാത്രത്തെ ദൈവം തനിക്ക് തോന്നിയതുപോലെ, തനിക്ക് ബോധിച്ച പോലെ മറ്റൊരു പാത്രമാക്കി തീർത്താൽ അതെന്തായിരിക്കും? ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തിനുള്ള ഉപയോഗമുള്ള മാനപാത്രമായിരിക്കാനിടയാകും. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും യജമാനന് ഉപയോഗവുമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രങ്ങളായി തീരുമെന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ ആ പാത്രം എങ്ങനെയുള്ള പാത്രമാണെന്നാണ്? യജമാനൻ ഉപയോഗമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി കാണപ്പെടുവാനിടയാകുമെന്ന്. മാനപാത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ, നാം ഇന്ന് മാനപാത്രമാണോ ചീത്തയായ ഹീനപാത്രമാണോ? നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്കേറ്റവണ്ണം നാം മസിൽ പിടിച്ച് മല്ല് പിടിച്ച് ദൈവത്തോട് എതിർത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മനസ്സോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നാം ചീത്തയായി പോകുവാനിടയാകുന്നു. ഞാൻ ഈ വീട്ടിൽ വന്ന ആരംഭ നാൾക്കളിൽ ഞാൻ പഠിച്ചതായ ഒരു പാഠമുണ്ട്. അവിടെ അമ്മച്ചി വന്ന് ചോദിക്കും, എന്താ കഴിക്കാൻ വേണ്ട, എന്തൊക്കെയാണ് കഴിക്കുന്നത്? സാധാരണ അന്ന് എനിക്ക് വൈകിട്ട് കഞ്ഞിയാണ് ഇഷ്ടം. ഞാൻ പറയാം, എനിക്ക് കഞ്ഞി മതി വൈകിട്ടെന്ന്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും എനിക്ക് കഞ്ഞി കിട്ടും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ചില സമയങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് നല്ല ബിരിയാണി ഉണ്ടാകും, അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി നല്ല ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കുന്ന സ്മെല്ല് വരും. പക്ഷേ എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? എനിക്ക് കഞ്ഞിയേ കിട്ടത്തുള്ളൂ. കാരണം എന്താ കുഴപ്പം? ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, എനിക്ക് അത്താഴം കഞ്ഞി മതി എന്ന്. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധം. ഞാൻ മനസ്സിലാക്കിയ ഒരു നല്ല പാഠമാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നാൽ പറയും, എന്തുണ്ടോ അതൊക്കെ എനിക്കും, വീട്ടിൽ എന്തുണ്ടോ അതൊക്കെ എനിക്കും വേണം, അത് എനിക്ക് കൂടെയാണ്. ഇപ്പോഴും പറയാറുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തുണ്ടായാലും അത് എനിക്കും തരണമെന്ന് പറയും. കാരണം എന്താണ്? എന്നാലേ എനിക്ക് എല്ലാം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്നിൽ കഞ്ഞിയിൽ ഒതുങ്ങി പഴങ്കഞ്ഞിയായി ജീവിച്ചു പോകേണ്ടി വരും. ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത് ഇതാണ്. നാം നമുക്ക് ആഗ്രഹമുള്ള പലതും പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള കഞ്ഞി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിച്ച് വാശി പിടിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ബിരിയാണിയും മറ്റു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല സഹോദരങ്ങളെ, കിട്ടത്തില്ല. അല്ലെങ്കിൽ ദൈവം നമ്മെ ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച് ഒരുങ്ങുമ്പോൾ നമ്മുടെ അറിവിനും ചിന്തയ്ക്കും ഏറ്റവണ്ണം അല്പമായതും മതിയെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചിന്തയിൽ നമുക്ക് ശ്രേഷ്ഠമായി തോന്നുന്ന ആ അല്പമായതും മതിയെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, നമ്മുടെ ചിന്തയിൽ എപ്പോഴും താഴ്ചയാണ്. നമ്മുടെ വിചാരങ്ങൾ എപ്പോഴും എവിടെയാണ്? താഴ്ചയാണ്. ദൈവത്തിൻ്റെ വിചാരങ്ങളോ അത് ഉന്നതമാണെന്നാണ്. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരങ്ങളും എൻ്റെ വിചാരങ്ങളും വ്യത്യാസമാണെന്നാണ്. അപ്പോൾ നാം വിചാരിക്കുന്നത് ഈ ഭൗമികമായ, ലൗകികമായ, ലോകത്തിനേറ്റ നിലയിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ദൈവം ചിന്തിക്കുന്ന എന്താണ്? ഉന്നതമായ ചിന്തയാണ്, അത്യുന്നതമായ വിശേഷമായ അനുഭവങ്ങളാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ ബോഷത്വം കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മനസ്സോടെ മനഃപൂർവ്വമായി നമ്മെ ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടയാകുന്നില്ല. അതുകൊണ്ട് വിശേഷപ്പെട്ടതൊന്നും നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല. വിലയേറിയവരായി തീരുവാൻ, മാന്യരായി തീരുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ 43-ാം അധ്യായം യെശയ്യാ 43-ൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നെ വിലയേറിയവനും
മാന്യനുമായി സ്നേഹിച്ചിരിക്കയാലെന്നാണ്. ദൈവം നമ്മെ സ്നേഹിച്ച് ഈ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. നാം ഏതുമില്ലാത്തവരായിരിക്കെ ദൈവം നമ്മെ മാന്യരും വിലയേറിയവരുമായി കണ്ടുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് നാം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപാകെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിശേഷത, മാന്യത പറയുവാനുണ്ടോ? പക്ഷെ ഇന്ന് നിന്ദിതരായവർ നാളെ വന്ദിതരാകുന്ന ഒരു കാലമുണ്ട്. മാനവും മഹത്വവുമൊക്കെ അന്ന് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ ദൈവസഭയ്ക്ക്, ദൈവജനത്തിനുണ്ടാകും. ആകയാൽ അന്ന് നാം പ്രാപിക്കേണ്ട ആ വിശേഷമായ അനുഭവത്തെ കണ്ടുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മെ സ്നേഹിച്ച് ഈ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനിടയായത്. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി. ശ്രദ്ധിക്കണം കേട്ടോ, നീ ആരാണെന്നാണ്? ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണെന്നാണ്. ആ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവരുവാനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? സൃഷ്ടിക്കപ്പെട്ട യാക്കോബായ നിന്റെ ജീവിതത്തിൽ നിന്നെ നിർമ്മിച്ചുണ്ടാക്കി ഇസ്രായേലാക്കി മാറ്റുവാനിടയാകുന്നത്. ഇസ്രായേൽ എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? ദൈവത്തിൻ്റെ പ്രഭു എന്നാണ്. ദൈവത്തിൻ്റെ പ്രഭു. ആ ദൈവത്തിൻ്റെ പ്രഭു എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസം ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ചിന്തിച്ചു ഇല്ലേ, യെരൂശലേമിൻ്റെ വാതിലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ കിഴക്കേ വാതിൽ അത് ദൈവം പ്രവേശിച്ച വാതിലാണ്. ആ വാതിലൂടെ മറ്റാരും കടക്കാതെ വണ്ണം അത് അടച്ചിടണമെന്ന് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 44-46 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ ആ വാതിൽ ആർക്കു വേണ്ടി തുറക്കണമെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ ഇസ്രായേലിലെ പ്രഭുവായവൻ വരുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ഈ ദൈവം കടന്നുപോയ അതേ വാതിൽ, കിഴക്കേ വാതിൽ ആർക്ക് തുറന്നു കൊടുക്കണം? ഈ പ്രഭുവിന് തുറന്നു കൊടുക്കണം. അവന് അതിലൂടെ അകത്ത് കടന്ന് പുറത്തു പോകുവാനിടയാകണമെന്നാണ്. ബാക്കി ആർക്കും അതിൽ കടക്കാൻ പാടില്ല. വടക്കൂടെ വരുന്നവൻ തെക്കോട്ട് പോകണം, തെക്കൂടെ വരുന്നവൻ വടക്കോട്ട് പോകണം. 36-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എന്നാൽ അവിടെ വ്യക്തമായി പറയുന്നു എന്തു വേണം? വാതിൽ പ്രഭുവിന് തുറന്നു കൊടുക്കണമെന്ന്. അങ്ങനെയെങ്കിൽ നമ്മെ ദൈവത്തെ പോലെയാക്കി, ദൈവത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് ദൈവത്താൽ വിലയേറിയവരും മാന്യരുമായി തീരുവാൻ ഇടയാകുന്ന ഒരവസ്ഥയിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരവസ്ഥ പ്രാപിക്കുവാൻ വേണ്ടിയാണ് നമ്മെ കർത്താവ് നിർമ്മിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർമ്മാണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നാം നമ്മെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ നാം ആരായിത്തീരും? കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയായി തീരുവാനിടയാകും. അല്ലേ? ഒരു കല്യാണത്തിന് പോയാൽ ആ കല്യാണത്തിൽ മുഖ്യമായ ശ്രദ്ധാകേന്ദ്രം ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മണവാളനാണോ അതോ മണവാട്ടിയാണോ? മണവാളൻ അവിടെ ഉണ്ട്, ശരിയാണ്. മണവാളൻ്റെയാണ് കല്യാണം, ശരിയാണ്. പക്ഷെ സകല മനുഷ്യരുടെ ശ്രദ്ധ എവിടെയായിരിക്കും? അല്ലെങ്കിൽ അവിടെ പ്രാധാന്യപ്പെടുത്തുന്നത് ആരെയായിരിക്കും? മണവാട്ടിയായിരിക്കും. അല്ലേ? മണവാട്ടിയാണ് അലങ്കരിക്കപ്പെട്ടവളായി വരുവാനിടയാകുന്നത്. നമ്മുടെ മധ്യ അലങ്കാരമില്ല, അതിൻ്റെ ദുഃഖം നമ്മുടെ സഹോദരിമാർക്കുണ്ട്. അല്ലേ? പക്ഷെ പുറത്ത് മറ്റ് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ കാണണം ആരാണ് അലങ്കരിക്കപ്പെട്ട് വരുന്നത്. ഫോട്ടോയിലൊക്കെ കാണാറില്ലേ, വലിയ ഫിലിം സ്റ്റാറുകളുടെയും മറ്റൊക്കെ കല്യാണം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ആ മണവാളനേക്കാൾ കൂടുതലായി മനോഹരമായി അലങ്കരിക്കപ്പെടുന്നത് മണവാട്ടിയാണ്. അല്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ ദിവസം വളരെ മുഖ്യമായ പ്രാധാന്യമുള്ള സ്ഥാനം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ മണവാട്ടിക്കാണെന്നുള്ളതാണ് സത്യം. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ ഒരു ശ്രേഷ്ഠതയിലേക്ക്, ആ ഒരു മാന്യതയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഇന്ന് വിലയേറിയവരും മാന്യരുമായി കണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് എന്തില്ല? വിലയില്ല. ഇന്ന് നമുക്ക് മാന്യതയില്ല. സത്യത്തിൽ വിലയില്ലാതാക്കുന്നത്, മാന്യതയില്ലാതാക്കുന്നത് ആരാണ്? നാം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിലയില്ലാത്ത അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനിടയാകുന്നത്. യാക്കോബ് ലാബാന്റെ വീട്ടിലേക്ക് പോയി നീണ്ട 20 വർഷം അവിടെ താമസിച്ചു. ഇല്ലേ? എന്താ അവൻ നേടിയതെന്ന് ചോദിച്ചാൽ, യാക്കോബിന്റെ ജീവിതത്തിൽ അവനൊരു ഭാര്യയ്ക്ക് വേണ്ടി ദാസ്യവേല ചെയ്തെന്ന്, അടിമവേല ചെയ്തെന്നൊക്കെയാണ് തിരുവെഴുത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഹോശേയ-പ്രവചനത്തിലല്ലേ നാം വായിക്കുന്നുണ്ട്, 9-ാം അധ്യായത്തിൽ ഇവിടെ വായിക്കുന്നുണ്ട്. ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവൻ, ഹോശേയ 12-ന്റെ
ശരി. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം അക്ഷരീകമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത്, മുഖ്യത്വം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ നാം നയിക്കുമ്പോൾ അതിനാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഭവം എന്ന് പറയുന്നത് നാം ഈ ലോകത്തിന് ലൗകികതയ്ക്ക് ദാസന്മാരായി ജീവിക്കുന്ന അനുഭവമാണ്. ഇസ്രായേൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി സേവ ചെയ്തു, ആടുകളെ പാലിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ. വെറും ദാസ്യരൂപത്തിൽ ആട്ടിടയനായി, അല്ലെങ്കിൽ രാവും പകലും സ്വസ്ഥതയില്ലാതെ വെയിലും മഞ്ഞും കൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചൊരനുഭവം തന്നെ യാക്കോബ് ലാബാനോട് പറയുന്നതായി നമുക്ക് വായിപ്പാൻ കഴിയും. ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ ഭൗതികമായതിനു വേണ്ടി, അക്ഷരീകമായതിനു വേണ്ടി നമ്മുടെ ജീവിത നാൾക്കൾ അനേക വർഷം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അതൊക്കെ നമ്മെ ദാസ്യാനുഭവത്തിലേക്കാണ്. നാം ഈ ലോകത്തിനും ഭൗതികമായതിനുമൊക്കെ ദാസരായി ജീവിക്കുന്ന ജീവിതാനുഭവമാണ് നമുക്ക് ലഭ്യമാക്കി തരിക. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവകരങ്ങളിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഇടമുള്ളവരായി തീരുവാൻ നാം ആഗ്രഹിക്കുമെങ്കിൽ യാക്കോബ് എങ്ങനെ ഇസ്രായേലായെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം നമുക്ക് ഉത്തരമുണ്ട്. എങ്ങനെയാണ് അവൻ ഇസ്രായേലായത്? പ്രാർത്ഥനയാൽ മല്ല് പിടിച്ച് പ്രാപിച്ച അനുഭവമാണ്. ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച അനുഭവമാണ് അവൻ ആരായി മാറുവാനിടയായത്? ഇസ്രായേലായി മാറുവാനിടയായത്. ഹോശയ്യ 12 നമുക്കത് കാണുവാൻ കഴിയും. അവിടെ അവൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു എന്നാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇസ്രായേലായി മാറുവാൻ നാം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതം ശ്രേഷ്ഠമായി വിലയേറിയതായി ആ ഉന്നതമായ അനുഭവം പ്രാപിപ്പാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാം എന്ത് ചെയ്യണം? യാക്കോബിനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയാകണം. അഥവാ ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് പോലെ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും പിന്നെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന, യാക്കോബിനെ പോലെ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമെങ്കിൽ നമുക്ക് ആരായിത്തീരാൻ കഴിയും? ആരായിത്തീരാൻ കഴിയും? ഇസ്രായേലായി മാറുവാനിടയാകും. യാക്കോബ് എത്ര നാൾ പ്രാർത്ഥിച്ചെന്നാണ്? എത്ര നാൾ പ്രാർത്ഥിച്ചെന്നാണ്? ഒരു രാത്രിയെ പ്രാർത്ഥിച്ചുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ 10 രാത്രി പ്രാർത്ഥിക്കാം. പക്ഷേ നടക്കുമോ? എന്താണ് ഈ രാത്രി എന്ന് പറയുന്നതിൻ്റെ അനുഭവം? യാക്കോബിന്റെ ജീവിതത്തിൽ താൻ രാത്രിയിൽ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അക്ഷരീകമായ ഒരു യാത്രയുടെ അനുഭവമല്ല. പിന്നെയോ, നാം ഇന്ന് ഈ അന്ധകാര ലോകത്തിൽ ജീവിക്കുമ്പോൾ സൂര്യൻ ഉദിക്കേണ്ടതിന് പ്രകാശം, നീതി സൂര്യൻ ഉദിക്കേണ്ടതിനായി കാത്തിരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇത് അന്ധകാര ലോകത്തിൽ ആയിരിക്കുന്ന ഒരനുഭവമാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന ജീവിത നാളൊക്കെയും, അല്ലെങ്കിൽ യേശു പറയുന്ന പോലെ സദാകാലവും എന്ത് ചെയ്യണം? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരായി ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ ഇടയാകുന്ന ജീവിത അവസാനം വരെയും നാം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാനിടയാകണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മിൽ പ്രവൃത്തി ആരംഭിക്കുന്നത് എന്നാണ്? നാം കർത്താവിനെ അറിയുന്ന നാളിലാണ്. ആ പ്രവൃത്തി നമ്മിൽ തികയ്ക്കുന്നത് എന്നാണ്? ക്രിസ്തുവിൻ നാളോളം തികയ്ക്കും. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി തികയുന്നത് എന്നാണ്? ക്രിസ്തുവിന്റെ നാളിലാണ് ആ പ്രവൃത്തി നമ്മിൽ തികയുവാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ എന്നുവരെ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ? എന്നുവരെ പ്രാർത്ഥിക്കണം? ദൈവം നമ്മെ ഇസ്രായേലാക്കുന്ന അന്ന് വരെയും ഇല്ലേ? യാക്കോബ് സന്ധ്യയ്ക്ക് തുടങ്ങിയതാണ്. 9 മണിയായി, 10 മണിയായി, 11 മണിയായി ഇങ്ങനെ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂതനും വിടുന്നില്ല, വെച്ച് പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ മല്ല് പിടിച്ച് സമയമായപ്പോൾ ദൂതൻ പറയാണ്, വെളിച്ചമുദിച്ചല്ലോ, ഞാൻ പോകട്ടെന്ന്. അപ്പോഴാണ് യാക്കോബ് പറയുന്നത്, വിടാം, പക്ഷെ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. രാത്രി മുഴുവൻ, തൻ്റെ ജീവിതകാലം മുഴുവൻ എന്നോണം നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നാൽ നീതി സൂര്യൻ ഉദിക്കുന്ന പ്രഭാത സമയത്ത് നമ്മെ കർത്താവ് തനിക്കുള്ളവരാക്കിക്കൊണ്ട് നമ്മെ ഇസ്രായേൽ എന്ന അനുഭവത്തിൽ കൊണ്ടുവരുവാനിടയാകും. ആ അനുഭവത്തെയാണ് വചനം ഓർപ്പിക്കുന്നത്. എന്ത്? ക്രിസ്തുവിൻ നാളോളം നമ്മിൽ
തികയ്ക്കും എന്ന് പറയുവാനിടയാകുന്നത്. ക്രിസ്തുവിൻ നാളോളം നമ്മിൽ തികയ്ക്കും. അപ്പോൾ കർത്താവിൻ്റെ നാൾ വരെയും നാം നമ്മെ തന്നെ കാത്തിരുന്നു കൊണ്ട്, നാം നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് അതിനുവേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരാകുവാൻ നമുക്കിടയാകണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിലുണ്ടെങ്കിൽ, അഥവാ നാം മനസ്സോടെ മനഃപൂർവ്വമായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരുമെങ്കിൽ കർത്താവ് നമ്മെ തൻ്റെ വരവിന് ഒരുക്കുവാനിടയാകും. അഥവാ നാം ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തിയാൽ കർത്താവിനുള്ളവരായി തീരുവാൻ നമുക്കിടയാകും. നിത്യതയ്ക്ക് അവകാശികളാകുവാൻ നമുക്കിടയാകും. അതാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ച് പ്രാപിച്ചെടുക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കേണ്ടതായ അനുഭവം. അതിന് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞൊരു വാക്ക് എന്താണ്? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നാണ്. ആ അനുഭവത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന 3 സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ 3 ഭാഗത്ത് നാം സുവിശേഷങ്ങളെ ചേർത്ത് വെച്ച് പഠിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്. അവൻ പിന്നെയും പോയി അതേ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ്. 3ാമതും പോയി അതേ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് ആ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതായത് യേശു ഗത്സമന തോട്ടത്തിൽ പ്രാണവേദനയിലായി ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരേ ഒരു ഉദ്ദേശത്തോടെ, ഒരേ ഒരു വാക്ക് മാത്രം പറഞ്ഞായിരുന്നു. എന്താണ്? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയൻ, എൻ്റെ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടമൊക്കെയും പ്രാകൃതവും ജഡീകവുമാണ്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വിലയേറിയവരും മാന്യരുമായി കണ്ടിരിക്കുകയാൽ ആ വിലയേറിയ ശ്രേഷ്ഠമായ അനുഭവത്തെ പ്രാപിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഉന്നതമായ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പ്രാപിക്കേണ്ട ശ്രേഷ്ഠത പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ കാന്തിയായ മണവാട്ടിയായി സകല മനുഷ്യരാലും മാനിക്കപ്പെട്ട് ശ്രേഷ്ഠമേറിയ അവസ്ഥയിൽ അനുഭവത്തിൽ ഞാൻ വന്നു ചേരുവാൻ എന്നെ ഒരുക്കണമേ, എന്നിൽ പ്രവർത്തിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി എന്നിൽ ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കപ്പെട്ടവനായി, നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടവളായി, കർത്താവിനുള്ളവളായി തീരുവാൻ നമുക്കിടയാകണം. നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസികതയ്ക്ക് ഇടം കൊടുക്കാതെ, വ്യർത്ഥമായ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഇടം കൊടുക്കാതെ, നമ്മുടെ മാനസിക ചിന്തകൾക്കും വിചാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇടം കൊടുക്കാതെ ദൈവേഷ്ടത്തിനായി നമ്മെ സമർപ്പിച്ചു കൊടുത്ത് ദൈവം തന്നെ നല്ല പ്രവൃത്തി വ്യക്തതയോടെ നമ്മിൽ വെളിപ്പെടുത്തി നമ്മെ നിത്യതയ്ക്ക് ഒരുക്കുവാനിടയാകട്ടെ. കർത്താവിൻ്റെ വരവിന് ഒരുക്കപ്പെട്ടവരായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. മുഴങ്കാലുകളെ മടക്കിയാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ, ഹൃദയങ്ങളൊന്ന് ആഗ്രഹമാക്കിയാട്ടെ. നാം പലപ്പോഴും വ്യർത്ഥമായി പാടാറുള്ള ഒരു പാട്ടിനടിയാണ് എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന്. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം മാത്രം മതി എന്ന് മുൻകാലങ്ങളിൽ നാം വെറുതെ മനഃപൂർവ്വമല്ലാതെ പാടിയ നാൾക്കളെ ഒന്ന് ഉണർന്നുകൊണ്ട് ഈ നാളുകളിൽ ഇനിയെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടം ചെയ്യുന്നവരാക്കി നമ്മെ മാറ്റുക. ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ശ്രേഷ്ഠരായി തീരേണ്ടതിന് ദൈവേഷ്ടം മാത്രം മതി എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. ഒരു നിമിഷം അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനായി നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി ക്രിസ്തുവിൻ നാളോളം തികച്ചുകൊണ്ട് നമ്മെ കർത്താവിനുള്ളവരാക്കും. ദൈവത്തിൻ്റെ പ്രഭുക്കളാക്കി നമ്മെ മാറ്റും. നാം ഇസ്രായേലായി നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടവരായി തൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയാകും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.